വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, എനിക്ക് തോന്നുന്നൊരു 2-3 ദിവസം എന്താ ആയിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ട്. ഇടാഞ്ഞത് സമയക്കുറവൊന്നും കൊണ്ടല്ല, മടി കാരണമാണ് ഇടാഞ്ഞത്. ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്, റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോ കുറച്ച് ദിവസം ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പം ഇന്ന് മടി പിടിക്കാതെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ 2 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് ടോപ്പിക്ക് മനസ്സിലാക്കണമല്ലോ. എൻ്റെ എല്ലാ വീഡിയോയിലും ഇൻട്രൽ ഈ ഒരു ഡയലോഗ് കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു കമന്റ് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആ കമന്റും വന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്ന സമയത്ത് തന്നെയാണ് ആ ഒരു കമന്റും വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പല്ലിൽ കമ്പിയിട്ടിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയിട്ടാട്ടോ ആ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം മുതലാണ് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു, അതായത് ഈ പല്ലിൽ കമ്പിയിട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നോർമലി ഫുഡ് കഴിച്ച് തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോഴും ഞാൻ ഫുഡ് കഴിച്ചെന്ന് വെച്ചാൽ എനിക്ക് 4 പല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പല്ല് എടുത്തേണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു കേട്ടോ, മധുരമുള്ളതല്ല, തണുപ്പുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന്. തണുപ്പുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു. 4 പല്ലെടുത്ത സമയത്ത് നല്ല രീതിയിൽ ഐസ്ക്രീം കഴിക്കുന്നത്. തണുപ്പെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നിലൂടെ ചിന്തിക്കത്തില്ലല്ലോ. ഞാൻ ഐസ്ക്രീം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അന്നത്തെ ദിവസം ഞാൻ പല്ലെടുത്തതിന് അന്ന് തന്നെ ഞാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ സൈഡിലെ പല്ലാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ സൈഡ് വെച്ചിട്ടാണ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 4 സൈഡിലെ പല്ലെടുത്തപ്പോഴത്തേക്ക് 4ാമത്തെ പല്ലെടുത്തതിൻ്റെ ഞാൻ കട്ടിയുള്ള ഫുഡൊന്നും കഴിച്ചില്ല. അതായത് അന്നത്തെ ദിവസം കട്ടിയുള്ള ഫുഡൊന്നും കഴിച്ചില്ല, ലൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം പല്ലിൽ മുത്തൊട്ടിക്കുകയും കാര്യങ്ങളൊക്കെ, പിന്നെ പല്ലിൽ കമ്പിയിടലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഫുഡ് സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈവ് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും അന്ന് ഞാൻ എങ്ങനെ ഇരുന്നതാണ്, അതുപോലെ തന്നെ ഇപ്പം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ള നല്ല ഡിഫറൻസ് എൻ്റെ ഫേസിലും വന്നിട്ടുണ്ട്, എൻ്റെ ബോഡിയിൽ ഫുള്ള് വന്നിട്ടുണ്ട്. ഞാൻ പൊതുവേ എനിക്ക് കുറച്ച് മെലിയണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം നന്നായിട്ട് മെലിയെന്നാണ് സത്യം അതാണ്. അപ്പോൾ ഫുഡ് കുറച്ചെന്ന് വെച്ചാൽ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചു. കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനുണ്ടായിരുന്നത്. അതായത് കുറേ അങ്ങ് കഴിക്കത്തില്ല. അതായത് ഈ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ എനിക്ക് അങ്ങനെ ആട്ടോ, എനിക്കൊക്കെ മതി. ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ കുറച്ച് കഴിക്കത്തുള്ളൂ. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കി എല്ലാം കഴിക്കാറുണ്ട്. പിന്നെ ചില സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു. മുറുക്കൊക്കെ ഒരിച്ചിരി അതൊരു മുറുക്കൊന്നും പിന്നെ മെനക്കേടെ ആലോചന മുറുക്കൊന്നും കഴിക്കാറില്ല. പിന്നെ അതുപോലെ ഞണ്ടൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ കടിച്ച് പൊട്ടിച്ച് കഴിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അങ്ങനെ കഴിക്കാറുള്ളൂ. ഓക്കെ, അതൊക്കെ ഫുഡിൻ്റെ കാര്യം അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നോർമലി എപ്പോഴാണ് ഫുഡ് കഴിച്ചു തുടങ്ങിയത്? ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഓട്സും അതുപോലെ തന്നെ കട്ടിയില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം, അതായത് പല്ലിൽ കമ്പിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ചോറ് കഴിച്ചപ്പോൾ എനിക്ക് രാത്രി ആയപ്പോഴത്തേക്ക് പല്ല് ഫുള്ള് ഇങ്ങനെ കമ്പി ടൈറ്റ് ചെയ്തിട്ടേക്കും അല്ലേ. ചോറും അതുപോലെ തന്നെ മീൻ വറുത്തതും കഴിച്ചപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഒട്ടും കടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അന്നേ എനിക്ക് മനസ്സിലായി ഭയങ്കര പാടാണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ആ ദിവസം ഇതുപോലെ ഓട്സും ജ്യൂസും കാര്യങ്ങളൊക്കെ. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിയിൽ മോശമാവാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഡെങ്കിപ്പനിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ആ ഒരു 1-2 ആഴ്ച ഞാൻ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ വണ്ണം പെയ്യെ കുറയാൻ തുടങ്ങിയത്. പിന്നെ ഈ പനി അങ്ങോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം പല്ലിൻ്റെ വേദനയൊക്കെ ഒരുവിധം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നോർമലി നമ്മൾ എങ്ങനെയാണോ ഫുഡ് കഴിച്ചത് അതുപോലെ കഴിക്കാൻ തുടങ്ങി. അതിനർത്ഥം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ ഈ പല്ലിൽ കമ്പിയിട്ടതിൻ്റെ ആദ്യത്തെ 2 ദിവസമായിരിക്കും നമുക്ക് പലർക്കും പല രീതിയായിരിക്കും. എനിക്ക് ആദ്യത്തെ 2 ദിവസമായിരുന്നു നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ ഇതുപോലെ ഓട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞിയൊക്കെ കുടിക്കായിരുന്നു കേട്ടോ. കഞ്ഞിയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഞെക്കി ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഞെക്കി പീച്ചിക്ക് എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, കഞ്ഞിയൊക്കെ ഒരു പരിവൊക്കെ അങ്ങ് കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെയ്യെ ചിക്കൻ കഴിക്കാൻ തുടങ്ങി. ചിക്കൻ കഴിക്കാൻ തുടങ്ങിയപ്പം ഫുള്ളായിട്ട് മുന്നേ കഴിക്കാറില്ല, കൊച്ചു പീസാക്കി ഇച്ചിരിച്ച് കഴിച്ച് നമ്മൾ അതിനോട് പൊരുത്തപ്പെടണം. നമുക്ക് ആദ്യമൊക്കെ പേടിയായിരിക്കും കഴിക്കാൻ പറ്റി കഴിയും അത് പൊട്ടിപ്പോകുന്നു. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കൊച്ചതായിട്ട് കഴിച്ചാൽ പൊട്ടിയൊന്നും പോകത്തില്ല. പിന്നെ വലിയ പീസൊക്കെ കഴിച്ചാലുണ്ടല്ലോ പൊട്ടിപ്പോവും. അവിടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ തേങ്ങയൊക്കെ നമ്മൾ മുമ്പ് തേങ്ങാക്കൊത്തൊക്കെ അതൊന്നും കഴിക്കാൻ പറ്റില്ല. ഉറപ്പാണ് പല്ലിൽ മുത്തിളകി പോകും. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളതാണ് സ്നേഹ, അതായത് എൻ്റെ കസിൻ. അപ്പോൾ അവൾ ഇതുപോലെ മുത്തൊട്ടിച്ചിട്ട് അവൾ അറിയാതെ അവല് കഴിച്ചതിൻ്റെ സമയത്ത് അതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തുണ്ടായിരുന്നു. അതിലേറി കടിച്ചിട്ട് അവളുടെ മുത്തിളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കടിച്ച സ്പോട്ടിൽ തന്നെ അതങ്ങ് ഇളകി. അത്രയും പ്രഷർ കൊടുക്കുമല്ലേ. പിന്നെ അതുപോലെ തന്നെ നഖം കടിക്കലും കാര്യങ്ങളൊന്നുമില്ല. നഖമൊക്കെ കടിക്കുമ്പോൾ നല്ല പ്രഷർ കൊടുത്താലേ നമ്മൾ നഖമൊക്കെ കടിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നോർമലി ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ആ ഒരു വീക്കിൽ തന്നെ നോർമലി നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡോക്ടറിനെ കാണുമ്പോൾ എനിക്ക്
അടുത്ത പല്ല് ടൈറ്റ് ചെയ്യേണ്ട ഡേ ആയിരുന്നു. ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. അന്നേരം ഞാൻ ഇങ്ങനെ ഫുഡിന്റെ കാര്യമൊക്കെ ചോദിച്ചു. സ്നേഹമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് മുത്തൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുമല്ലോ, അപ്പോൾ ആൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് ഇനി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ ഡോക്ടറോട് സംസാരിച്ചപ്പോഴത്തേക്കാണ് ഡോക്ടർ പറഞ്ഞത് ഫുഡൊന്നും കഴിക്കാതിരിക്കരുത്, ഫുഡ് കഴിക്കാതിരുന്ന് വെറുതെ ബോഡിക്ക് പ്രശ്നങ്ങൾ പിടിച്ചു വെക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും കട്ടിയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞു പീസാക്കി കഴിച്ചോളണം. പക്ഷേ ഈ കുഞ്ഞു പീസിൽ മുറുക്ക് അതുപോലെ തന്നെ കട്ടിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും പെടത്തില്ലെന്ന് എടുത്തു പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചെറിയ പീസാണെങ്കിൽ അത് കടിച്ച് പൊട്ടിക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ നല്ല പ്രഷർ കൊടുക്കണം. അതുകൊണ്ട് ആ വക ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ മടിയാണ്, അതായത് ഇനി പല്ലിൽ കമ്പി പൊട്ടുമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ പേടിയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് അടിച്ചിട്ടോ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട്സും കഴിക്കാൻ നന്നായിട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ എല്ലാം കഴിക്കും. ഞാൻ ബീഫ് മാത്രമേ ഉള്ളൂ ഞാൻ കഴിക്കാത്ത. ബീഫ് എനിക്ക് ഇഷ്ടമല്ല, അതെനിക്ക് അലർജി ആയതുകൊണ്ടാണ് ഞാൻ അത് കഴിക്കാറില്ല. ചിക്കനൊക്കെ ഇപ്പോഴും ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ചിക്കൻ അൽഫാം ഒക്കെ ഞാൻ കഴിക്കാറുണ്ട്, കുഴപ്പമൊന്നും. പിന്നെ അതുപോലെ തന്നെ മുന്നേ കഴിച്ചൊരു രീതി ആയിരിക്കില്ല. ഇപ്പൊ ബർഗറൊക്കെ മേടിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ബർഗർ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അത് ചെറുതായിട്ട് ഇപ്പം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കത്തിയെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് പിച്ചി കഴിക്കുക. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെറുതായിട്ട് പിച്ചി അതിനകത്ത് വെജിറ്റബിൾസും കാര്യങ്ങളും കഴിക്കും, നന്നായിട്ട് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഷവർമയൊക്കെ ആണെങ്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് പിന്നെ അതിൻ്റെ അകത്ത് കുറേശ്ശെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് വെച്ചൊരു പ്രശ്നമില്ല. പിന്നെ കട്ടിയുള്ള ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ പോലും കഴിക്കും. ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടെന്ന് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പേടിയാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ചപ്പാത്തി കഴിക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴിക്കും. അതെങ്ങനെയാണ് കുഞ്ഞതായിട്ട്, അതായത് ചെറിയ വലിപ്പത്തിൽ പിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ അണപ്പല്ലിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ എല്ലാം കഴിക്കും. പിന്നെ പറഞ്ഞിട്ട് കപ്പലണ്ടി നട്ട്സൊക്കെ അതുപോലെ കഴിക്കാൻ പറ്റത്തില്ല. നട്ട്സിന്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം എല്ലാ നട്ട്സും കട്ടിയുള്ളതാണ്. അപ്പൊ അത് കഴിക്കുമ്പോൾ എന്തായാലും പൊട്ടിപ്പോ. അപ്പൊ ഈ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നട്ട്സ് ഇട്ട്, അല്ലെങ്കിൽ നട്ട്സ് കഴിക്കാൻ അത്രയും കൊതിയാണെങ്കിൽ ഞാനിവിടെ ഇടയ്ക്ക് കാഷ്നട്ട് മേടിച്ച സമയത്ത് എനിക്ക് കഴിക്കാൻ വന്നത് ഭയങ്കര കൊതി. ഞാൻ എന്തോ ഇത് ഒരു കവറിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് മറിച്ചിട്ട് ഇടിക്കല്ല് വെച്ചിട്ട് ഇടിച്ചിടിച്ച് പൊടിച്ചിട്ട് അതായിരുന്നു വരി കഴിച്ചിട്ടുണ്ടായിരുന്നത്. നട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് ക്രേവിങ്സ് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കട്ടിയുള്ള ചോക്ലേറ്റ്സ് ആണെങ്കിൽ മെൽറ്റ് ആക്കിയിട്ട് കഴിക്കും. ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഡയറി മിൽക്കൊക്കെ മേടിച്ച് മിൽക്കെന്നൊക്കെ പോയി പോട്ടെ, തെറ്റിയതൊന്നും ഞാൻ മാറ്റാൻ പോണില്ല. ഡയറി മിൽക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്തൊക്കെ കഴിക്കും. പിന്നെ കട്ടിയുള്ള മിഠായിയൊക്കെ ആണെങ്കിലും കട്ടി കുറച്ച് കഴിക്കാൻ നോക്കാറുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ വേറെ ഫുഡൊന്നും മാറ്റി വെച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഫുഡ് ഇപ്പോഴും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ കമ്പിയൊക്കെ മാറ്റുമ്പോഴത്തേക്ക് പഴയ ഒരു വണ്ണം തിരിച്ചു വരുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ വിചാരിച്ചെല്ലാം കഴിക്കാൻ പറ്റും, പക്ഷേ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചിട്ടൊക്കെ കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ശ്രദ്ധിച്ച് കഴിച്ചാൽ നമുക്ക് ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു ഫുഡ് പല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. പിന്നെ അങ്ങനെ കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നെല്ലിക്ക എടുക്കുന്ന അല്ലെങ്കിൽ ആപ്പിൾ അങ്ങനത്തെയൊക്കെയുള്ള ഫ്രൂട്ട്സ് എടുക്കാനാണെങ്കിൽ എന്തോ പറയണത്, അതൊക്കെ ജ്യൂസ് അടിച്ചും കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞി പീസായിട്ട് നല്ല രീതിയിൽ ചെറിയ പീസാക്കിയിട്ട് കഴിച്ചാലും കഴിക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. അന്ന് നമുക്കൊരു 2 ദിവസം എന്തായാലും ബുദ്ധിമുട്ട് കാണും. കാരണം ഇതേവരെ പല്ലിൽ വെക്കാത്ത ഒരു കാര്യം, അതായത് നമ്മുടെ പല്ല് വായൊക്കെ അതിനോട് പൊരുത്തപ്പെട്ട് വരണം. പിന്നെ നാക്ക് മുറിയും ചുണ്ട് വെട്ടലൊക്കെ ഉണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലെ അതിൻ്റെ അകത്ത് റിങ് ഇങ്ങനെ തട്ടിയിട്ട് നാക്കിന്റെ അടിയൊക്കെ അതുപോലെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് വേദന വന്നാലും എനിക്കൊക്കെ എന്ന് വെച്ചാൽ പൊതുവെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം കാണത്തില്ല. ഒരു 3 ദിവസം, ആദ്യത്തെ 3 ദിവസം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് കാണും, മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതങ്ങ് ഓക്കെ, പിന്നെ നമ്മുടെ വായ അതിനോട് പൊരുത്തപ്പെടും. ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ ഫുഡും ധൈര്യമായിട്ട് കഴിക്കാം, പക്ഷേ ശ്രദ്ധിച്ചു മാത്രം കഴിക്കാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലൊരു കാര്യം, ചുണ്ടൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രശ്നം ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഡൗട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പലർക്കും പല രീതിയാണ്. ചിലർക്ക് ഒരു പെയിനും കാണത്തില്ല, അങ്ങനെ ഉള്ളവരും ഉണ്ട്. ചിലർക്ക് ഓക്കെയാണ്, പിന്നെ ചിലർക്ക് നല്ല പെയിൻ കാണും. പലർക്കും പല രീതിയാണ് കേട്ടോ. പക്ഷേ ടെൻഷൻ അടിക്കാൻ ഭയങ്കര ഊതിപ്പെരിപ്പിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒന്നുമില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേദനയും കാര്യങ്ങളും ഉള്ളൂ. ഫുഡൊക്കെ പഴയ കഴിക്കുന്നതൊക്കെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. പല്ലിൽ കമ്പ്യൂട്ടർ വണ്ണം പോലും കുറയാതെ അതുപോലെ തന്നെ ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോണവരെയും കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഒരു വ്യത്യാസം വരത്തില്ല ഫേസിലൊന്നും, പക്ഷെ എനിക്കൊക്കെ ഫേസിൽ നല്ല വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഏകദേശം ഡൗട്ടൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ മന്ത്ലി ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചിലവർക്ക് 1 വീക്ക് വരെ വേദന പോകുന്നവരുണ്ട്, ചിലവർക്ക് വേദനയെ കാണത്തില്ല. എനിക്ക് ഒരു 3 ദിവസം, ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരാഴ്ചയൊക്കെ വേദന നീണ്ടു നിൽക്കുന്ന.
അങ്ങനെയൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പല്ലുകൾക്കൊക്കെ വേദനയും വരാറുണ്ട് കേട്ടോ. നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ചില പല്ലുകൾ, അതായത് ഈ പല്ലെടുത്ത ഭാഗത്തുനിന്ന് വേദന എടുക്കും, പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത പല്ലിനാവും. അങ്ങനത്തെയൊക്കെ കുറേ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഈ 2 കളർന്ന് പല്ലിൽ, അതെനിക്ക് അറിയത്തില്ല. ഡോക്ടർ എനിക്ക് 2 കളർ റബ്ബർ ബാൻഡ്സ് ആണ് പല്ലിൽ ഇട്ടുന്നത്. അതെന്താ റീസൺ, അതിന് എന്തെങ്കിലും റീസണോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2 കളറാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.